വാസ്തുവിദ്യയുടെ വിസ്മയകരമായ കാഴ്ചകൾ നമ്മൾ ഏറെ കണ്ടിട്ടുണ്ട്. കാലം എത്ര പിന്നിട്ടാലും അത്ഭുതം നിറയ്ക്കുന്നതുമായ നിരവധി നിർമ്മിതികൾ ക്രൈസ്തവ ചരിത്രത്തിലുണ്ട്. അക്കൂട്ടത്തിൽ സന്ദർശകരിൽ കൗതുകവും വിസ്മയവും ഒരുപോലെ സമ്മാനിക്കുകയാണ് കൊളംബിയയിലെ സാൾട്ട് കത്തീഡ്രൽ. ഒരു ഉപ്പുകനി അതിന്ന് ദിനംപ്രതി ആയിരക്കണക്കിന് ആളുകൾ എത്തുന്ന ഒരു ആരാധനാലയമാണ്. സാൾട്ട് കത്തീഡ്രൽ സ്ഥിതി ചെയ്യുന്നത് ഭൂമിക്കടിയിൽ 600 അടി താഴ്ചയിലാണ്. 2 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദശലക്ഷക്കണക്കിന് ടൺ പാറ ഉപ്പ് വേർതിരിച്ചെടുത്തതിനു ശേഷം ഖനിത്തൊഴിലാളികൾ ഉപേക്ഷിച്ച ഗുഹകളിലും തുരങ്കങ്ങളിലും നിർമ്മിച്ച കത്തീഡ്രൽ അത് ഒരു വാസ്തുവിദ്യാ വിസ്മയം കൂടിയാണ്. ഖനിത്തൊഴിലാളികൾ ഗുഹയ്ക്കുള്ളിൽ നിർമ്മിച്ച ഒരു ചെറിയ കൂടാരത്തിൽ നിന്നാണ് സാൾട്ട് കത്തീഡ്രൽ പിറവി കൊണ്ടത്. എല്ലാ ദിവസവും ജോലി തുടങ്ങുന്നതിന് മുമ്പായി വിഷവാതകങ്ങൾ, സ്ഫോടനങ്ങൾ, മറ്റ് അപകടങ്ങൾ എന്നിവയിൽ നിന്ന് തങ്ങളെ രക്ഷിക്കാൻ പ്രാർത്ഥിക്കുന്നത് തൊഴിലാളികളുടെ പതിവായിരുന്നു. 1930കളിലാണ് പ്രാർത്ഥനകൾക്കായി ഇത്തരത്തിലൊരു ചെറിയ കൂടാരം തൊഴിലാളികൾ നിർമ്മിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് 1953 കൊളംബിയൻ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി അതൊരു ദേവാലയമായി മാറ്റാനുള്ള അനുവാദം കത്തോലിക്ക വിശ്വാസികൾ നേടിയെടുത്തു. എന്നാൽ 1990കളായപ്പോഴേക്കും ഘടനാപരമായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി സർക്കാർ കത്തീഡ്രൽ അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകി. ആ സമയത്താണ് റിട്ടയർഡ് മൈനിങ് എഞ്ചിനീയറായ ജോർജ് കാസ്റ്റർബ്ലാങ്കോയും 127ഓളം ഖനിത്തൊഴിലാളികളും ശില്പികളും ചേർന്ന് ഭൂമിക്കടിയിൽ തന്നെ കത്തീഡ്രലിന്റെ മറ്റൊരു പതിപ്പ് നിർമ്മിക്കുന്നതിനായി മുന്നോട്ട് വന്നത്. അതൊരു വലിയ സംരംഭമായിരുന്നു. നാളുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഇന്ന് കാണുന്ന സാൾട്ട് കത്തീഡ്രലിനെ അവരൊരുക്കിയെടുത്തത്. 5 വർഷത്തോളം എടുത്താണ് ചുവരുകളിൽ ക്രിസ്തുവിന്റെ പീഡാനുഭവ രംഗങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത്. അടച്ചുപൂട്ടിയ പഴയ കത്തീഡ്രലിൽ നിന്നും 16 ടൺ ഭാരം വരുന്ന ഉപ്പ് ബലിപീഠത്തെ അതേപടി തന്നെ പുതിയ കത്തീഡ്രലിലേക്ക് മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട്. ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഇതില്ലെങ്കിലും കൊളംബിയയുടെ സാൾട്ട് കത്തീഡ്രലിനെ കൊളംബിയയിലെ ആദ്യത്തെ അത്ഭുതമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൈകൾ കൊണ്ട് കൊത്തിയ 16 അടി ഉയരമുള്ള കുരിശ്, സാൾട്ട് പാർക്ക്, സാൾട്ട് മ്യൂസിയം, സാൾട്ട് ഓഡിറ്റോറിയം എന്നിവ തുടങ്ങിയവ സാൾട്ട് കത്തീഡ്രലിന്റെ മാത്രം പ്രത്യേകതകളാണ്. ഇപ്പോൾ വിനോദസഞ്ചാരികളും തീർത്ഥാടകരുമായി പ്രതിവർഷം ഏകദേശം 6 ലക്ഷത്തോളം സന്ദർശകരെങ്കിലും ഇവിടെ എത്തുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.